സീരീസിലേക്കാണ് ജസ്റ്റ് എടുത്തിട്ട് മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു പീസ് ആവണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേ ആണെന്ന്. പക്ഷേ ഇത് മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേ അല്ല, ഒന്നുമില്ല. ഇത് എൻ്റെ ഒരു സെർവറാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് 3 പേര് കളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എൻ്റെ 2 കൂട്ടുകാർ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരുത്തൻ്റെ പേര് കണ്ണൻ എന്നാണ്, പിന്നെ ഒരുത്തൻ്റെ പേര് അഭിനവ് എന്നാണ്. പക്ഷേ ഇന്ത്യയിനകത്തിട്ടേക്കുന്ന പേര് നറൂട്ടോ ആണ്. അത് മൈൻഡാക്കണ പേര്. നമുക്കവനെ അഭിനവ് എന്ന് വിളിക്കാം. പിന്നെ വേറെ പേരുണ്ട്, അവൻ്റെ പേരാണ് കണ്ണൻ. നമ്മൾ 2 പേരുടെ കൂട്ടുകാരാണ് ഈസൊക്കെ. അപ്പോൾ ഞങ്ങൾ സെർവർ തുടങ്ങിയിട്ടുണ്ട് ഈസൊക്കെ. സെർവറിൻ്റെ പേരൊന്നും കൺഫേം ആയിട്ടില്ല. നിങ്ങൾ ഏത് പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പ്രൈവറ്റായിട്ടൊരു സെർവർ ഉണ്ടാക്കി. ഓക്കെ, ഈ സെർവറിനെ ഞാൻ പറഞ്ഞുതരാം. സെർവറിനകത്ത് ട്രോളുണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വീടൊക്കെ പൊട്ടിച്ച് പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ സർവൈവൽ പ്യൂർ, ബാക്കിയെല്ലാം പ്യൂർ സർവൈവൽ. ഇപ്പം ഈ തുടങ്ങിയിട്ട് 2-3 ദിവസം കൊണ്ടായി ബേസിക്ക്. പിന്നെ ഞാൻ ഡയമണ്ട് ആമറൊക്കെ സെറ്റാക്കി. നേരത്തെ വീടായിരുന്നത് സമയമില്ലായിരുന്നു ഉണ്ടായിരുന്നു ബേസ്. ഓക്കെ, അപ്പം ഞാൻ ഒരാൾക്ക് പണി കൊടുക്കാൻ പോകുന്നു ബേസ്. ഓക്കെ, ഇവിടെ സ്വന്തം അഭിനയിന് പണിയെടുക്കാൻ പോകുന്നു ബേസ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സാൻഡ് വാരാൻ പോയായിരുന്നു ബേസ്. TNT ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കോളങ്ങ് എടുക്കും, ഒരു കോളേ ഉള്ളൂ. പിന്നെ ഈ കണ്ണൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ബേസിൽ. കണ്ണൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ചാണ് ഡയമണ്ട് ആമറൊക്കെ ആയത് ബേസിൽ. ഒരുമിച്ച് ഡയമണ്ട് ആമറൊക്കെ ആയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ആ ഒരു സാൻഡിങ് എടുക്കേണ്ടത്. TNT ഉണ്ടാക്കണ്ടേ. ശരിക്കും നമ്മൾ പണി കൊടുത്തു, ജസ്റ്റ് പണി കൊടുത്തു. അവൻ്റെ വീട് നമ്മൾ എങ്ങനെ പണി കൊടുക്കുന്നറിയാവും. അവൻ്റെ വീട് ഇച്ചിരി നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഒരു TNT വെക്കുന്നത് ബേസ്. ഞാൻ അധികം TNT ഒന്നും വെക്കുന്നില്ല, ഒരു TNT മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഓക്കെ, ആ ഒരു TNT വെച്ചിട്ട് നമുക്ക് പണി കൊടുക്കണം ബേസ്. ഓക്കെ, ആ ഒരു TNT വെച്ചിട്ട് നമുക്ക് പണി കൊടുക്കണം. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് ആദ്യം എടുക്കേണ്ടി വരാം. ഏത് അതാ സാൻഡ് തപ്പി ഞാൻ കുറേ നേരം ഇവിടെ നടക്കുന്നതാണ് ഗീസ്. സാൻഡൊന്നും കിട്ടിയില്ല. ഞാൻ അവൻ്റെ പ്രഷർ പ്ലേറ്റ് നോക്കി കണ്ണൻ്റെ ടെസ്റ്റിൽ നിന്ന് കിട്ടി. അവൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിനും അറിയത്തില്ലായിരിക്കും ഗീസ്, പൊട്ടാൻ വേണ്ട അറിയത്തില്ല ഇല്ലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗീസ്. സോ നമുക്കൊന്നൊരു നേരെ പോവാം. പിന്നെ കുറേ നാളായില്ലേ വീടിട്ടിട്ട് ഗീസ്. ഞാൻ പറഞ്ഞില്ലേ സമയമില്ല ഗീസ്, തിരക്കായ കൊണ്ടാണ് വീടൊന്നും ഇടായിരുന്നത്. ഇനി നമുക്ക് വീട് ഇടാൻ ശ്രമിക്കാം ഗീസ്. നിങ്ങൾ ഇത് തന്നെയാണ് ഈ പറയുന്നത്. എന്നിട്ടും എൻ്റെ സമയം ഭയങ്കര ഒരിതാണ്. സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ വീട് ഇടാൻ ചോദിച്ചത്. SMBക്ക് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് SMBക്ക് പേരിപ്പിക്കാൻ തങ്കണ്ണങ്ങാണ്ടാണ് ഞാൻ പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സെർവറിൽ എന്ത് പേരാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 3 പേരെ കളിക്കുന്നുള്ളൂ, ഞാൻ എൻ്റെ 2 കൂട്ടുകാരന്മാരെ കളിക്കുന്നുള്ളൂ. അപ്പം ഈ സെർവർ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നു ഗീസൊക്കെ. അപ്പോൾ നമുക്കും ഇതിൻ്റെ സർവൈവൽ എക്സ്പീരിയൻസ് ആകും. അപ്പോൾ പിന്നെ എന്നത്രയും ആകെ ഇച്ചിരിയെങ്കിലും കളിക്കാൻ അറിയാമെന്ന് എനിക്കും. പിന്നെ എന്നെക്കാളും എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ചിന് കളിക്കാൻ അറിയുന്നത് എനിക്ക്. പിന്നെ കണ്ണൻ ലോ ആയിട്ട് കളിക്കും. അഭിനവ് പിന്നെ കളിക്കാനേ അറിയത്തില്ല, അതിന് കളിക്കാനേ അറിയത്തില്ല. ഇങ്ങനെയാണ് കളിക്കുന്നത്. ഞാൻ പ്രോ, കണ്ണൻ മീഡിയം, അങ്ങനെയാണ് കളിക്കുന്നത്. ലാഗുണ്ടോ ഗീസ്? ഞാൻ സ്ക്രീനും കൂടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അത്ര ലാഗ്? തീരുമാനം നിങ്ങൾക്ക് എല്ലാം ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. മെസ്സേജ് ഇടുന്നുണ്ട്, ലാഗ് അടിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ലാഗ്. പിന്നെ എൻ്റെ ഫോണിൽ പാട്ട ഫോണാണ്, അത് ഞാൻ കൊണ്ടിട്ടൊക്കെയാണ് ലാഗ് അടിക്കുന്നത്. നമുക്കൊരു കാര്യം, നമുക്ക് നേരെ പോയിട്ട് സാൻഡിങ് കാര്യം കൊണ്ടുവരാം. ഇവിടെ സാൻഡ് തപ്പി എത്ര നേരം അടങ്ങാൻ നടന്നേ. ഇവിടെ നിന്നൊരു കുളം പോലും ഇല്ലയോ. അത് എന്ത് കഷ്ടമാണ്.
ഇതൊന്നും അടുത്തൊന്നും ഒരു കുളം പോലും ഇല്ല. പ്ലെയിൻസ് പിന്നെ എത്തിയ ഇതാണ് ഈ കുഴപ്പം. കുളമോ റിവറോ ഒന്നും കാണത്തില്ല. ഇതാണ് പ്ലെയിൻസിൻ്റെ ഒരു കുഴപ്പം. ഓക്കേ, എടാ ചെറിയ ബ്ലോസം വരെ എത്തിയടാ, എന്നിട്ട് പോലും സാൻഡ് കിട്ടിയില്ല. നമുക്കെന്തായാലും ഇച്ചിരി അവിടെ നടക്കാൻ കഴിയും. സാൻഡ് കിട്ടുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാം. കിട്ടി സാൻഡ് കിട്ടി. എത്ര ദൂരം വന്ന് ഈസ് ഞാൻ എന്തായാലും ഇവിടെ എനിക്ക് ചാകണം. ചത്താലും എനിക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് അത്ര പ്യൂർ സർവൈലൊന്നും അല്ല യൂസ്. ഓക്കെ, നമുക്ക് കീപ്പ് ഇൻവെൻറ്ററി ഓണാണ്, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സർവൈലാണ് ചെയ്യുന്നത്. കീപ്പ് ഇൻവെൻറ്ററി ഓണാക്കി കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞത് ഇവന്മാർക്കൊന്നും കളിക്കാൻ അറിയത്തില്ല. പിന്നെ ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കീപ്പ് ഇൻവെൻറ്ററി ഓണാക്കി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമേ ഞാൻ തുടങ്ങിയതാണ് ജസ്റ്റ്. സാൻഡ് ഇഷ്ടം പോലെ എടുക്കും. ഈ സാൻഡിന് വേണ്ടി ഞാൻ എത്ര ദൂരം വന്നു യൂസ്. കണ്ണനുണ്ടായിരുന്നെങ്കിൽ നീ ഹെൽപ്പെങ്കിലും ചെയ്യണം യൂസ്. കണ്ണനില്ല, അവന്മാരിന്ന് ഉച്ചയ്ക്ക് വരാണ്. സാൻഡ് ഒരു വെജിറ്റേറിയൻ 13 അതിൻ്റെ ഡയമണ്ട് ഞാൻ കുറേ മൈൻഡ് ചെയ്തു യൂസ്. കണ്ണനും കൂടെ കുറച്ച് എനിക്ക് ഡയമണ്ട് തന്നു. ഞങ്ങൾ രണ്ടുപേരാണ് ഡയമണ്ട് മൈൻഡ് ചെയ്തത്. ഓക്കെ, പിന്നെ കിട്ടിയ ഏകദേശം 2 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടി ഡയമണ്ട്. ഞങ്ങൾ അത് വെച്ച് ഫുൾ ആമറും ടൂൾസും ഉണ്ടാക്കി. ഓക്കെ, അതൊന്ന് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല ഗീസ്. ഓക്കെ, പിന്നെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്നൊരു ഇത് വന്നത് ഗീസ്. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നായിരുന്നു. സോ ഇനി ഞാൻ എന്തായാലും തിരിച്ചു പോകണം ഗീസ്. ഓക്കെ, അവിടെ തിരിച്ചു പോകാം. എങ്ങനെ തിരിച്ചു പോകാം? ഞാൻ അവിടെ സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട്. എൻ്റെ കൈ കൊണ്ട് കൊണ്ട് ഓണാക്കി അറിയാമല്ലോ എന്തിനാണ് ആർക്കൊന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ഓണാക്കിയത്. കൊല്ലം അന്നാ കൊന്നു. കൊല്ല് കൊല്ലണം നീ. അല്ലാത്തപ്പോൾ നീയൊക്കെ എന്നെ കൊല്ലുന്നതാണല്ലോ. കൊല്ല് നീ അവനെ കൊല്ലാം. കൊല്ല്. സോ കൊല്ലാനൊക്കെ ഒന്മാരൊക്കെ ആയിരുന്നു. ഓക്കെ, ഇറങ്ങാം. ഓക്കെ ഗീസ്, രാവിലെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ വില്ലേജൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗീസൊക്കെ. ഗീസിനകത്ത് ഇത്ര ഐറ്റംസൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ വില്ലേജ്. ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നത്. എങ്ങനെ ഇരുന്ന വില്ലേജാണ്. ആലങ്കോല വീമാറൊക്കെ സ്വഭാവമല്ലേ ഗീസ്. ആലങ്കോല വെട്ടി കിടക്കുന്നത് ഉണ്ടോ? പിന്നെ ചെറി ബ്ലോസമൊക്കെ കിട്ടി ഞാനിവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഈ ചെറി ബ്ലോസമൊക്കെ പിന്നെ അതിനകത്ത് റിപ്പോർട്ടെല്ലാം ഉണ്ടാക്കി. പിന്നെ ഇതാണ് കണ്ണൻ്റെ വീട്. ഞങ്ങൾ ഓരോരോ വീടാണ് കഴിച്ചെടുത്തത്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ് ഗീസ് ഇത്. ഞാൻ പിന്നെ ഒരു ബ്രീഡറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രീഡർ വർക്കിംഗ് ആണ് ഗീസ്. ബ്രീഡർ വർക്കിംഗ് ആണ്. ഇവിടെ പൊട്ടിപ്പോകുന്നോ? പക്ഷേ വില്ലേജസൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് ഗീസ് ഇവിടെ. ഞാൻ വില്ലേജസിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗീസ്. കേട്ടോ, വില്ലേജറൊക്കെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് എന്തായാലും ഉണ്ടാക്കിയത് ഗീസ്. ഞാൻ ഓരോരുത്തരുടെ വീട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട് ആ കാണുന്ന ഗീസ് ഉണ്ടോ? ആ കാണുന്നതാണ് എൻ്റെ വീട്. ആ ഒരു വീട്
വില്ലേജറിൻ്റെ വീടാണ്. ഇവിടെയാണ് നമ്മുടെ അഭിനവ് താമസിച്ചത്. അവനിപ്പം സ്ഥലം മാറി പുതിയ വീട് വെച്ച്. ആ വീടാണ് ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. ചെറിയ പണിയൊക്കെ വേണ്ട കേസ്. ട്രോളും കൂടെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഇതിൽ കൊടുക്കണ്ടായോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻ്റെ വീട്. കണ്ണൻ്റെ വീടിനകത്ത് കണ്ണൻ്റെ വെട്ടി നോക്കണമെങ്കിൽ ഇത്ര സാധനമാണ് കണ്ണൻ്റെ വീട്. പിന്നെ നേതൃപ്പോട്ടിൽ ഇതാണ് ഞാൻ അഭിനയൻ്റെ വീട്. ഇതിങ്ങനൊന്നും അല്ല കേട്ടോ. ഒരു മാങ്ങാണ്ടി വീടായിരുന്നു. ഒരു മാങ്ങാണ്ടി വീട് പോലായിരുന്നു ഈ സ്ഥിതിയിരുന്നത്. പിന്നെ അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇതൊക്കെ കണ്ടോ, ഈ ഒരു ഔട്ട്ലെറ്റൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. ട്രോൾ കൊടുക്കുമ്പം നമ്മൾ പണിഞ്ഞൊരു ട്രോൾ കൊടുക്കണം. അവന് ഫസ്റ്റ് സന്തോഷം വന്നിട്ട് വേണം ട്രോൾ അവൻ്റെ വാങ്ങാൻ. ഓക്കെ, അല്ല നമ്മളങ്ങ് ജസ്റ്റ് അങ്ങനെ രീതിയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തോ ട്രോളാണ് ഗൈസ്. ഫസ്റ്റ് സന്തോഷമാകണം ഗൈസ്, എന്നിട്ട് വേണം അവൻ ആ വീട്ടിലോട്ട് കയറിയിട്ട് വേണം പൊട്ടാൻ. സോ നമുക്ക് എന്തായാലും TNT വെക്കാം. കണ്ണം വന്നിട്ട് വെക്കാനാണ് പറഞ്ഞത്. ഞാനെന്തായാലും ഇപ്പോഴങ്ങ് വെക്കുക. കണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വരും, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്കിപ്പോഴേക്കും വെക്കാം. ഓക്കെ, ഗൺ പൗഡർ ഉണ്ട്, ഇതുമുണ്ട്, സാൻഡും ഉണ്ട്. പിന്നെ കുറേ സ്പോണർ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മൈൻഡ് സെറ്റൊക്കെ കയറിയാണെങ്കിൽ ഞങ്ങൾ കുറേ സ്പോണറൊക്കെ കണ്ടുപിടിച്ച്. TNT ഓക്കെ, 4 TNT ഉള്ളു. സെഡ് 4 TNT മതി ഗൈസ്. 4 TNT ഒക്കെ മതി അല്ലേ, കൂടുതൽ ഓവറാക്കണ്ട. ഔട്ട്ലെറ്റൊക്കെ എന്താ ഇവിടെ തെറ്റിപ്പോയോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇത്ര ആർക്കിടെക്ചറൽ പരിപാടിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തന്നെ പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തൊരു ഇതാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അല്ല ഞാൻ പൊട്ടിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഇച്ചിരി അകത്തോട്ട് പോകണം. ഇച്ചിരി അകത്തോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കാണത്തില്ല, ഇവിടെ തന്നെ നോക്കാം. ഇവിടെ തന്നെ നമുക്ക് ഒരു TNT ടെസ്റ്റ് ചെയ്യണം. എനിക്ക് ടെസ്റ്റ് ചെയ്യട്ടോ. പാളിപ്പോയി കഴിഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം ഞാനിപ്പോൾ തീർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ ഒരു TNT, ഇവിടെ ഒരു ബ്ലോക്കും വെച്ച് എൻ്റെ മണ്ടയ്ക്ക് ഒരു പ്രഷർ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ പൊട്ടും. ഓക്കെ, അതറിഞ്ഞാൽ മതി. ഈ പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യും? ഷടാ, അവൻ വരുന്നതിന് മുമ്പ് ട്രോള് വെച്ച് കഴിയണം കേസ്, ഇല്ലെങ്കിൽ പണിയാണ്. അവൻ വരുന്നതിന് മുമ്പ് ട്രോള് വെച്ച് കഴിയണം കേസ്. നിൽക്കാനേ ആ ട്രോളൊന്ന് വെച്ച് തീർന്നുട്ടോ. ആ പ്രഷർ പ്ലേറ്റ് 2 അങ്ങോട്ട് പോരെ. പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാൻ മതിയെന്ന് തോന്നുന്നു. ആ ലാവയൊക്കെ ഒഴിച്ചിട്ട് ഞാനാണ് കേട്ടോ. ഞാനാണ് ആ ലാവയൊക്കെ ഒഴിച്ചിട്ടത്. ഓക്കെ, ലാഗായ നിങ്ങളൊന്ന് പ്രഷർ പ്ലേറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പം നമുക്ക് ട്രോൾ കൊടുക്കാം. എന്തിനാ ഞാൻ ഇച്ചിരി ഇത് എന്നോട് പൊട്ടിക്കാൻ പറയരുത് പ്ലീസ് കേസ്. അവൻ എന്നെ കുറേ ആക്കുന്നുണ്ട്. അയ്യോ, അറിയാമെന്ന് കയറി ചവിട്ടല്ലേ പോയേ. ഓക്കെ, TNT ഇവിടെ വരണം. ഇതവൻ കാണത്തില്ല. ഇങ്ങനെയൊക്കെ സൈൻ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് ഗീസ്. ഓക്കെ, ഇത്ര റിനോവേറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ KV പോയപ്പോൾ കിട്ടിയ കേസ് ഇത് LSKV കിട്ടിയതാണ്. അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്ത് ഇത്ര എന്നോട് ഒരു TNT പറ്റത്തുള്ളൂ കേസ്. എന്നെക്കൊണ്ട് എത്ര താങ്ങത്തുള്ളൂ കേസ്. ഓക്കെ, ഒത്തിരി TNT എന്നോട് വെക്കാൻ പറയരുത് കേസ്. ഓക്കെ, എന്നെക്കൊണ്ട് എത്ര താങ്ങത്തുള്ളൂ കേസ്. സോ
ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ ട്രോൾ ഏറ്റുവാങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പാളായി പോവും, ചിലപ്പം പാളിപ്പോവും. എൻ്റെ ട്രോളല്ലേ, ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ ഇല്ലെങ്കിൽ ഏക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് കഴിയെ കണ്ടറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സർവൈലൻസിൻ്റെ വീഡിയോ. ഇതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ. അപ്പം അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ ഞാൻ കണ്ണൻ അഭിനവ് ഈ 3 പേരായിരിക്കും കളിക്കുന്നത് ഓക്കെ. അപ്പം അടുത്തൊരു എപ്പിസോഡ് ഗെയിമിങ്. അപ്പോൾ ലൈക്ക് ഈ സീരീസ് നിങ്ങൾ മുന്നോട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സീരീസിൻ്റെ ഒരു പേരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ കേസൊക്കെ. അപ്പം ഈ സീരീസിന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം കേസൊക്കെ. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഈ സീരീസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ബൈ ഗൈസ്.